ഞാൻ അടുക്കളയിൽ വൈകുന്നേരത്തേക്കുള്ള കുറച്ച് പരിപാടിയിലായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ കണ്ണൻ്റെ പാട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ, തുടരെ തുടരെ അതിങ്ങനെ അടുത്തടുത്താവുന്ന പോലെ തോന്നി. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നു, ഒന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണല്ലോ, ശോഭയാത്രയുടേതായിരിക്കുന്നു. ഞാൻ വേഗം ഓടി റോട്ടുമ്പോൾ വന്നപ്പോൾ സംഭവം ശരിയാണ്. അപ്പം ഞാൻ വേഗം പോയി കുടൂനും ഗിലുവിനൊക്കെ വിളിച്ചിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ശോഭയാത്ര കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുടൂനും ഗിലുവിനൊക്കെ നല്ല ഇഷ്ടമാവും, കുറേ കുഞ്ഞിക്കണ്ണന്മാരെയും രാധമാരെയൊക്കെ കാണാമല്ലോ. പിന്നെ പാട്ടും മേളവും ഒക്കെ ആയിട്ട് നല്ല രസമായിട്ടാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കണ്ട് കുറേ നേരമൊക്കെ നിന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുടൂനും ഗിലുവിനെയൊക്കെ പരിചയമുള്ള കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. പിന്നെ അവർ ഞങ്ങൾക്ക് മിഠായി എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ശോഭയാത്ര കഴിഞ്ഞ് ഞാൻ വീണ്ടും അടുക്കളയിൽ പോയി. അടുക്കളയ്ക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല, അപ്പോഴേക്കും അത് വീണ്ടും പാട്ട് കേൾക്കുന്നുണ്ട്, വേറെ ടൈപ്പ് കണ്ണൻ്റെ പാട്ട്. അപ്പോൾ ഓടി വന്നപ്പോഴാണ് അടുത്ത ഘോഷയാത്ര. ഈ ഘോഷയാത്രയിൽ ഒരു ഭാരതാംബയൊക്കെ ഉണ്ട്, മറ്റേലുണ്ടായിരുന്നു എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഘോഷയാത്രയിൽ ഈ വണ്ടി അവിടെ നിർത്തിയിട്ടു കേട്ടോ ഞങ്ങളുടെ സ്റ്റോപ്പിൻ്റെ ഫ്രണ്ടിൽ. എന്നിട്ട് പിന്നെ അവരവിടെ കളിക്കുകയാണ്, രാധയും കണ്ണനും ഒക്കെ. 4 പിള്ളേരുണ്ടായിരുന്നു കളിക്കാൻ. ഒരുപാട് നേരം കളിച്ചു കേട്ടോ, ഒരു 5-6 പാട്ട് അവർ കളിച്ചിട്ടുണ്ടായിരിക്കും. നല്ല രസമായിട്ട് കളിച്ചു. ആ റോട്ടിൽ ചൂടൊക്കെ ഉള്ള നിലത്ത് അവർ ചെരുപ്പൊന്നും ഇടാണ്ടാണ് കളിച്ചത്, എന്നാൽ പോലും അടിപൊളിയായിരുന്നു. കുറേ നേരം ഞങ്ങൾ കണ്ടു നിന്ന്, ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതാ പോണ പോക്കിൽ കിലുവിൻ്റെ ക്ലാസ്സിലും കുളുവിൻ്റെ ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന കുറേ കുട്ടികളൊക്കെ അതിലുണ്ട് കേട്ടോ. പിന്നെ ഈ രണ്ടാമത്തെ ഘോഷയാത്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലാസ്റ്റ് അമ്മമാരുടെ കോൽക്കളിയും കൂടെ ഉണ്ടായിരുന്നു. അവർ ശരിക്കും ഫ്രണ്ടിലാണ് നിൽക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ശ്രീകൃഷ്ണ ജയന്തി.